കേരളത്തിലധികവും അവഗണന അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് അങ്കണവാടി ജീവനക്കാരും ആശാപ്രവർത്തകരും. കൊറോണയുടെ സമയത്ത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഓടി നടന്ന് പ്രവർത്തിച്ചവരാണിവർ. അങ്ങനെയുള്ളവരെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് അവഗണിക്കുന്നത്. അവർക്ക് അർഹമായ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുന്നില്ല. സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് പോലും സർക്കാർ ജോലിക്കാരാണെന്നുള്ള പരിഗണന പോലും ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇതിന്റെ പേരിൽ ആശാപ്രവർത്തകരും അങ്കണവാടി ജീവനക്കാരും കടുത്ത പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ നടത്തിയത്. ഏകദേശം 266 ദിവസങ്ങളാണ് ശമ്പള വർധനവിനും ഓണറേറിയത്തിനുമായി ആശാപ്രവർത്തകർ പ്രതിഷേധിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകർക്ക് അനുകൂലമായ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ മൈൻഡ് പോലും ചെയ്യാതെ തള്ളിക്കളഞ്ഞ ആശാപ്രവർത്തകരുടെ സമരത്തെ പിന്തുണച്ച് മുന്നിട്ടിറങ്ങിയത് സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെയായിരുന്നു. സമരമുഖത്തുള്ള എല്ലാ ആശാപ്രവർത്തകർക്കും അങ്കണവാടി ജീവനക്കാർക്കും കൂടുതൽ സപ്പോർട്ടുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KK രമ തുടങ്ങിയ MLA-മാരും മറ്റു നേതാക്കളും സമരമുഖത്തെത്തിയിരുന്നു. ഒടുക്കം ആശാപ്രവർത്തകരുടെ 266 ദിവസത്തെ രാപ്പകൽ സമരത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ടി വന്നു. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുള്ള ഉത്തരവ് സർക്കാർ ഇറക്കി. സത്യം പറഞ്ഞാൽ ഇത് ആശാപ്രവർത്തകരുടെ വിജയം തന്നെയാണ്. കാരണം അത്രമാത്രം സഹിച്ചുകൊണ്ടാണ് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ സമരങ്ങൾ നടത്തിയത്. വീടും കുട്ടികളും ഭർത്താക്കന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചാണ് അവർ സമരം നടത്തുന്നതിനായി മുന്നിട്ടിറങ്ങിയത്. ഇപ്പോഴിതാ സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവനുമുള്ള ആശാ വർക്കർമാരും അങ്കണവാടി ജീവനക്കാരും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട് MP പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ അങ്കണവാടി ജീവനക്കാരുടെയും ഹെൽപ്പർമാരുടെയും ആശാ വർക്കർമാരുടെയും ഓണറേറിയം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കത്ത് നൽകിയിരിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്, പോഷകാഹാര വിതരണം, ആരോഗ്യ വിവര ശേഖരണം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള സേവനങ്ങൾ, കൗൺസിലിംഗ് തുടങ്ങി സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്കായി അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണിവർ. കൂടാതെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഉച്ചഭക്ഷണ പദ്ധതിക്കും ആരോഗ്യ സേവനങ്ങളുടെയും നെടുംതൂണായി പ്രവർത്തിക്കുന്നതും ഇവർ തന്നെയാണെന്ന് പ്രിയങ്ക ഗാന്ധി കത്തിൽ പറയുന്നു. ദുർഘട പരിസ്ഥിതിയിലും പരിമിതമായ വിഭവങ്ങൾ വെച്ച് ദിവസവും ദീർഘനേരം കഠിന പ്രയത്നം ചെയ്യുന്ന കരുത്തരായ ഇവർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ്. അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ജോലിഭാരമാണ് ഇപ്പോൾ ഉള്ളത്. ഇവരെ സന്നദ്ധ സേവകരെന്ന് തരംതിരിക്കുന്നത് കടുത്ത അനീതിയും ചൂഷണവും അവരുടെ വിലമതിക്കാനാവാത്ത സേവനം വില കുറച്ച് കാണുന്നതുമാണ്. ഇവരെ സർക്കാർ ജീവനക്കാരായി കണ്ട് ശമ്പളം വർദ്ധിപ്പിക്കുകയും ഓണറേറിയം പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുകയും കൂടാതെ 62 വയസ്സ് കഴിഞ്ഞ് വിരമിക്കുമ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചവർക്ക് വേതനത്തോടെ അവധി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും കത്തിൽ പറയുന്നു. കോടിക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് പരിചയമായി നിൽക്കുന്ന അങ്കണവാടി ജീവനക്കാരുടെയും ആശമാരുടെയും ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കണമെന്നും പ്രധാനമന്ത്രിയോട് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ സർക്കാർ പോലും ചെയ്യാൻ മുതിരാത്ത കാര്യമാണ് ഇപ്പോൾ ഒരു MP ആയ പ്രിയങ്ക ഗാന്ധി ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ എന്നും മുന്നിലുള്ള ഒരു ജനപ്രതിനിധി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി.